തെളിവിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പു രാത്രിയിൽ നിറനിലാപ്പളുങ്ക് ചിന്തുകൾ ഇടറി വീഴും ആദ്യ മാത്രയിൽ മനസ്സിനുള്ളിൽ കൂടുവച്ച മരതക കിളിക്കിടാങ്ങൾ മതിമറന്നു പാടിയാടിവാ മനസ്സിനുള്ളിൽ കൂടുവച്ച മരതക കിളിക്കിടാങ്ങൾ മതിമറന്നു പാടിയാടിവാ അരികിൽ 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 അലസം 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 ഹാപ്പി ഡേ I have sweetie day happy day I have sweetie day തെളിവിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പ് രാത്രിയിൽ നിറനിലാപ്പളുങ്കു ചിന്തകൾ ഇടറി വീഴും ആദ്യ മാത്രയിൽ. സാധാരണ ഈ സിംഗേഴ്സായിട്ടുള്ള ഫീമെയിൽ സിംഗേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുവാണേ, അവർ ആഫ്റ്റർ മാരേജ് ഇവർ ഇതെല്ലാം പെട്ടിയിലാക്കി പൂട്ടി വെച്ച് പിന്നെ ഗൃഹഭരണം സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഡെല്ലിമയുടെ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ജീവിക്കാനാണല്ലോ ഞങ്ങള് പ്രണയിച്ചിറങ്ങി. അപ്പൊ കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നുമായിട്ടല്ലേ ഇറങ്ങിയേക്കണം. അപ്പൊ ജീവിക്കണമല്ലോ, മനസ്സിലായി. അപ്പോൾ ജീവിക്കാനുള്ള എന്താ പറയുക, നമ്മൾ ഒരു വെല്ലുവിളി നേരിടുകയാണ്, മനസ്സിലായി. അപ്പോൾ പാട്ടിൽ നമ്മൾ റെക്കോർഡിങ്ങിന് കയറി. അപ്പം ഞാൻ സംഗീത ടീച്ചറായിട്ട് കയറി. എന്നെ ദൈവം, ഞങ്ങൾ രണ്ടുപേരെയും ദൈവം പ്രണയിച്ച ഉടനെ തന്നെ അദ്ദേഹം പോയി പിന്നെ ചോയ്സ് സ്കൂളിലെ മ്യൂസിക് സാറായിട്ട് പുള്ളി കയറി. അദ്ദേഹത്തെ ഇൻസ്ട്രുമെന്റ് എല്ലാം കൈകാര്യം ചെയ്യാനാണ്. പുറത്തൊന്നും വായിക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് പുള്ളി അവിടെ ചെന്ന് പറഞ്ഞു. പിന്നെ ജർമ്മനും പഠിച്ചതാണ് പുള്ളി. ജർമ്മനി പോയി ജർമ്മൻ പഠിച്ചു. അപ്പോൾ പുള്ളി പോയി ചോയ്സ് സ്കൂളിൽ കയറി. ഞാൻ പോയി ടാലന്റ് പബ്ലിക് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് കയറി. അത് കഴിഞ്ഞ് ഈ പ്രണയിച്ച് ഉടനെ തന്നെ നമ്മളെ ദൈവം അങ്ങനെ കയറ്റി. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഇതാണ്. ഞങ്ങൾക്കപ്പോൾ ഒരു വീട് വേണം, ഒരു സ്ഥലം വേണം. അപ്പോൾ ഈ വെല്ലുവിളിയാണ് നമ്മളെ അതിനെ നേരിടാൻ. അപ്പോൾ റെക്കോർഡിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം നല്ല പണം വരാൻ തുടങ്ങി. ഇപ്പം പൈസ കൂടുതലാണല്ലോ റെക്കോർഡിങ്ങിന്. നമ്മൾ പാട്ട് പാടുന്നതും മറ്റത് ഒരു മാസം കാത്തിരിക്കുമ്പോൾ കിട്ടുന്നതും ഇത് നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്നതും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, ജീവിതമാർഗവും കൂടെ ആയതുകൊണ്ടും അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത പുള്ളി. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതാണ്. ജീവിക്കണം, നമുക്ക് ഭാവിയിൽ നമുക്ക് ജീവിക്കണം. അതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ പ്രൊഫഷണലായിട്ട് ഗാനമേളയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? ഇല്ല, ഗാനമേളയ്ക്ക് അപൂർവമല്ലേ. ഞാൻ റെക്കോർഡിങ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ല, ചേച്ചിക്ക് അറിയാം. ഞാൻ റെക്കോർഡിങ്ങിനാണ് പാടിയിരിക്കണത് കൂടുതൽ. ഗാനമേളയ്ക്ക് ഞാൻ അന്ന് ഈ നമ്മളെ ബ്ലൂ ഡൈംസിൽ ഗാനമേള കയറി. പിന്നെ നമ്മുടെ ബേണി ഇഗ്നേഷ്യസിൻ്റെ ഒരു ഗാനമേള ടീമുണ്ടായിരുന്നു. അപ്പം അതിലിടയ്ക്ക് പാടാൻ തുടങ്ങി. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഗാനമേളയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. റെക്കോർഡിങ്ങിന് പാടുന്നെന്ന് പറഞ്ഞില്ല, അതിപ്പോൾ ഈ ഏത് ആൽബം സോങ്സ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ സോങ്സ് ആണോ? ഡിവോഷണലായിരുന്നു കൂടുതൽ. ക്രിസ്ത്യൻ ഡിവോഷണലാണല്ലോ കൂടുതൽ. എനിക്ക് അതായിരുന്നു ആദ്യം. ഞാൻ ഈ ക്രിസ്ത്യാനിയും കൂടെ ആയതുകൊണ്ട് എന്നെ വിളിച്ച് ക്രിസ്ത്യൻ ഡിവോഷനിൽ ഒത്തിരി പാടിക്കാൻ അതായിരുന്നു എനിക്ക്. പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും, ജാനകിയമ്മയുടെ തളിരിട്ട ഇനാക്കൾ, മഞ്ഞണി പൂനിലാവ്, കേശാദിപാദം, പിന്നെ എന്തൊക്കെ പറഞ്ഞു അങ്ങ് വോളിയം ഒന്നിനൊന്ന് പുറത്തിറങ്ങി പാടാനൊന്നും ഇല്ല, എല്ലാം പാടിച്ചു. മനസ്സിലായി, അതൊരു വലിയ ചരിത്രമായിരുന്നു. കാരണം ആ സമയത്ത് ഈ പാട്ടുകൾ കാസറ്റ് ഇങ്ങനെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും അത്ഭുതം, അതാ ജാനകിയമ്മ രണ്ടാമത് പാടുന്ന പോലെ തന്നെ പറഞ്ഞിട്ട്. അതൊക്കെ വെറുതെ പറയണ, ജാനകിയുടെ പാദത്തിൽ തൊടാനുള്ള യോഗ്യത നമുക്കില്ല. അത് ഡെല്ലിമയുടെ വിനയം. പേരും ജാനകിയമ്മയേ ഉള്ളൂ. അത് എല്ലാരും പറയുമ്പോഴും നമുക്ക് തോന്നും നമുക്ക് സന്തോഷമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു വാക്കാൽ അറിയപ്പെടാനോ, അങ്ങനെ ഒരു നമ്മൾ ഒരു പിടി പോലും ആഗ്രഹിക്കുന്നത്. കാരണം അതൊക്കെ ഒരു ജനനമല്ലേ. അതിന് പകരം ഒരു പകരക്കാരത്തി പകരം വയ്ക്കുവാൻ നമ്മളാരും ഒന്നും ശ്രമിച്ചാൽ നമുക്ക് ജനം നിഷ്കളങ്കരായതുകൊണ്ട് അവരത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ പാടുമ്പോ ഇന്ന പോലെയാണ് എന്നല്ലെങ്കിൽ ഇന്ന ആളുടെ പോലെ ഒരാളിങ്ങനെ പറയുമ്പോ, ഒരു കമന്റ് പറയുമ്പോ അവർക്ക് കേൾക്കുന്നവർക്ക് ഞാൻ രക്ഷപ്പെട്ടത്. അതിലെനിക്ക് നന്ദിയുണ്ട് ആ സമയത്ത്. പക്ഷെ പിന്നീട് അത് എന്നെ ബാധിക്കുകയും ചെയ്തു. കാരണം പലരും പറഞ്ഞു ജാനകിയമ്മയ്ക്ക് പകരം, ചിലരൊക്കെ പറയുമ്പോൾ ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മയുണ്ട്, പിന്നെ ഒരു ദലീമയുടെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കുന്ന അപൂർവം ചിലര്, വളരെ അപൂർവമായിരുന്നു കേട്ടോ. അവരിങ്ങനെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണം ഞാൻ ട്രെയിൻ യാത്ര ചെയ്യണം. നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ ചേച്ചി, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരെ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. എല്ലാവരും സ്വർണ്ണക്കരണ്ടീവായിട്ട് വരുന്നവരൊന്നും അല്ലല്ലോ. ജീവിത മാർഗവും കൂടിയാണ് നമ്മുടെ.
അപ്പം അതിനുവേണ്ടി നമ്മൾ പോരാടുന്ന സമയവും കൂടിയാണത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി എന്നോട് പിന്നെ ഈ ആൾക്കാരുടെ മുന്നിൽ എന്നോട് ചൂടായി. ജാനിയമ്മയുടെ വോയിസും കൂടെ ഇങ്ങോട്ട് വന്നേക്കാണ്, ചിത്ര ചേച്ചിനെ കണ്ടുപിടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അപ്പം അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും കൂടെ ആ കൊച്ചിനെ, അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു. ആ കൊച്ചിനെ താൻ ആരാടോ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദ്യം ചെയ്തു. മനസ്സിലായോ? ജനം അത് അവർ സമ്മതിച്ചില്ല. പക്ഷെ ചിലരിങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന. ഞാനൊരിക്കൽ പ്രോഗ്രാമിന് പോകാനായിട്ട് ഞാൻ പിന്നെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞേ. അപ്പം ആദ്യം വലിയ സ്നേഹത്തിൽ എന്നോട് സംസാരിക്കണം. അപ്പോൾ ദലീമയുടെ പ്രോഗ്രാം ഇന്ന് ഗാനമേള അവിടെ ഉണ്ട്, അപ്പം ഞങ്ങൾ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ വഴക്ക്. പിന്നെ ദലീമയുടെ ഗാനമേള എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. എന്തിൻ്റെ കേടാണിത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗാനമേളക്കാരത്ത് നടക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കിട്ടെന്നെ. ഞാനൊത്തിയും ഇങ്ങനെ മനുഷ്യരുണ്ടോ നമ്മൾ മുഖത്ത് നോക്കി അപ്പൊ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. നമുക്ക് പാടാൻ പറ്റത്തില്ലേ, പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇമോഷണൽ പ്രത്യേകത. പാടാൻ സ്റ്റേജിൽ കയറാൻ പോയല്ലേ. അപ്പം അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. ദൈവത്തിനോട് ഞാൻ സങ്കടപ്പെട്ടു. നമ്മളൊരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുമല്ല, ഇല്ലേ? ഞാൻ ഉയരാൻ പോലും എനിക്ക് സ്വയം പാടിയാൽ മതി, ഞാൻ ആസ്വദിക്കും സ്വയം. എത്ര പാട്ടാണേലും പാടണ ഇഷ്ടമാണ്, അതൊക്കെയാണ്. ആരും ഉയർന്നാലും എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. നമ്മൾ കലാകാരന്മാരെല്ലാവരും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കൂടെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വലിയ പ്രൊഫഷണൽ ആകാനല്ല, നമ്മളെ എന്നും തൊണ്ടയിൽ ഒരു കരട് പോലും ഇടാതെ നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കലാകാരന്മാർ എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞ കാര്യവും പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതായത് യേശുദാസ് ദേവരാജൻ മാഷുടെ കൂടെ പാടിക്കൊണ്ടിരുന്നത്. അതിന് ഇടയ്ക്കാണ് രവീന്ദ്രൻ മാഷ് പാടാൻ വന്നു. ആദ്യമായിട്ട് പാടാനാണ് വന്നല്ല, അദ്ദേഹം പാടാൻ വന്നപ്പം ദേവരാജ മാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവരാജ മാഷ് ചോദിച്ചു നീ യേശുദാസിനെ പോലെ പാടുമെന്ന് ചോദിച്ചു. അപ്പം അത്രയ്ക്കില്ല, എന്നാൽ പിന്നെ അദ്ദേഹം പാടിക്കോട്ടെ, നീ പാടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപമാനിക്കുന്ന ഒരു വിധത്തിൽ വേദന ഉണ്ടായിരുന്നത് രവീന്ദ്ര മാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ദലീമ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ടിപ്പിക്കൽ എസ് ജാനകിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും പാടുമ്പോൾ പോലും ഞങ്ങൾക്ക് ആ ഫീലാണ് കിട്ടുന്നത്. നമ്മളങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലും കിട്ടും. ഇപ്പോൾ എത്ര പേര് ഞങ്ങളൊക്കെ പോലെയുള്ള സിംഗേഴ്സൊക്കെ പാടുമ്പോൾ ആരെങ്കിലും പോലെ ഒന്ന് സിമിലാരിറ്റി പറയുമ്പോൾ നമുക്കൊരു വലിയ പ്രൗഡാണത്. പക്ഷെ ദലീമ അങ്ങനെയല്ല അത് എടുത്തതെന്ന് പറയുമ്പോൾ അത് ദലീമയുടെ വിനയാണ് അത് സത്യത്തിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സംഗീതം എന്താണ്ട് ഉപേക്ഷിച്ച പോലെ തന്നെയാണോ? സംഗീതം ഒരിക്കലും ഉപേക്ഷിക്കില്ല, അതിലല്ലേ ജീവിക്കും നമ്മൾ. ഇപ്പം ദലീമ ഒരു സ്നേഹം നിർഭരമായ അല്ലെങ്കിൽ കരുണാർദ്രമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. കരുണ കൂടുതലായിട്ടുള്ള, സ്നേഹം നല്ലോണം ഉള്ളൊരു ഫാമിലിയിലെ മെമ്പറാണ് ദലീമ. ഞാൻ കേട്ടിടത്തോളം, എനിക്ക് പരിചയമുള്ളിടത്തോളം ദലീമ ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടി, അങ്ങനെ സ്ത്രീ എന്നുള്ള നിലയിലാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ്. അതിലേക്ക് കൂടിയാണോ ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരാൻ കാരണമായത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിലാണോ? എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് ഉള്ള വരവ് എങ്ങനെയായിരുന്നു? എന്നെ ഈ ഉദ്ഘാടനത്തിന് വിളിക്കുമായിരുന്നല്ലോ, നമ്മൾ ഈ ഗായിക ആയതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ റോട്ടറി ക്ലബിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഞാൻ ഇതിലേക്ക്. അപ്പോൾ അവരെല്ലാവരും വിളിച്ചു, മന്ത്രിമാരൊക്കെ വിളിച്ച് നിർബന്ധിച്ച്. അല്ലാതെ എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ വശങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് പോയി വോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഇന്നതൊന്നില്ല, നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് പോയി നമ്മൾ വോട്ട് ചെയ്യും. അതായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം പക്ഷെ ഇവരെ എല്ലാവരും ആ സമയത്ത് തന്നെ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നപ്പോൾ എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഞാൻ പല ഈ ചാനലിലും ഈ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരുപാട് കവിതകളൊക്കെ എഴുതി വെച്ച് ജീവിക്കുന്നവളാണ്. ഇപ്പം ഞാനൊരിക്കൽ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഓരോ സിറ്റുവേഷനുണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് വേദനിക്കും, നമ്മൾ പെട്ടെന്ന് പിടയും മനസ്സ്. ഒരിക്കൽ ഞാനിങ്ങനെ യാത്ര ചെയ്യണം, ഞാൻ അത് പറയാം. അതൊക്കെ ഈ രാഷ്ട്രീയത്തിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. പത്രം എടുത്ത് വായിക്കുമ്പോൾ പത്രവാർത്തകൾ കണ്ട് ഞാൻ ഒരിക്കൽ കവിത ഞാൻ അപ്പം തന്നെ എഴുതി. സുപ്രഭാതങ്ങൾ വന്നണഞ്ഞിടവേ ഉൾപ്രമോദത്താൽ ഞാൻ തിരഞ്ഞിടുന്നു, കൺകണ്ട കാലത്തിൻ നന്മകളെല്ലാമേ ചോരയൊലിക്കുന്ന വാർത്തയിൽ മുങ്ങുന്നു.
എത്രയോ വാർത്തകൾ പത്രക്കടലാസിൽ കണ്ടു നടുങ്ങി എൻ മാനസം വിങ്ങുന്നു. പിന്നെ ഇങ്ങനെ എഴുതി വെച്ചു, ഒരുപാട് എഴുതി വെച്ചു. പെറ്റമ്മ കാമാഗ്നി തന്നിരയാകുന്നു, അച്ഛൻ തൻ കുഞ്ഞിൽ ഭ്രമിച്ചിടുന്നു, അങ്ങനെ പലത് എഴുതി. ഇനി ഒരു രാജ്യത്ത് ഭക്ഷണമില്ലാതെ പട്ടിണിക്കോലങ്ങൾ മണ്ണ് ഭുജിക്കുന്നു. മറുരാജ്യം സൗന്ദര്യ പോഷണത്തിനായി കോടികൾ വാരി എറിഞ്ഞു മതിക്കുന്നു. പണവും പ്രതാപവും ഇല്ലാത്തൊരു കൂട്ടർ കീറത്തുണി മറയാക്കി ഉറങ്ങുന്നു. ദൈന്യത മുറ്റും മിഴികളുമായി ഇന്ന് ഭക്ഷണം തേടി ഇരക്കുന്നു പൈതങ്ങൾ. എവിടെയും കഞ്ചാവിൻ ഗന്ധം പരക്കുന്നു, അറുതിയില്ലാതിന്ന് മക്കൾ നശിക്കുന്നു. അവിടവിടെയായി ബോംബുകൾ പൊട്ടുന്നു, മാംസവും രക്തവും ചിന്നിച്ചിതറുന്നു. ഐശ്വര്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു ചോരയിലായി നൃത്തമാടുന്നു മാനവർ. നിഷ്ഠൂര താണ്ഡവമാടി ഈ ഭൂമിയെ എറിയുന്നു, തമസിന്റെ കൈകളിൽ കൊല്ലുന്നു. ദുഷ്ടരാം മാനവർ ഒപ്പമായി കൂടി സൃഷ്ടിക്കു തന്നെ വിരാമം കുറിക്കവേ. ഉഗ്രപ്രതാപിയായി വരിക എൻ്റെ സൃഷ്ടാവേ, അങ്ങിന്റെ നീതി നടപ്പിലാക്ക. അണ്ടകടാഹങ്ങളെല്ലാം വലിച്ചെടുത്ത് അന്തിതൻ സൂര്യനായി നീ വാഴുക എന്ന് അന്ന് എഴുതി വെക്കുന്നതാണ്. മനസ്സിലായി? അന്ന് പത്രമാധ്യമം ഇല്ല, ഒന്നും പുസ്തകമാക്കിയിട്ടില്ല. പത്രമാധ്യമങ്ങൾ കണ്ട് നമ്മൾ വായിക്കുമ്പോഴുള്ള വേദന, നമ്മൾ പ്രയാസം, അപ്പം അതിൽ നമ്മൾ എഴുതുന്നതാണിത്. അങ്ങനെ എന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു ജീവിതം വേണ്ട, ഈ ഭൂമിയിൽ തനിച്ചൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ മറ്റുള്ളവർക്ക് ജീവിതമില്ലെങ്കിൽ നീ എല്ലാം എടുത്തുകൊള്ളെന്നാണ് എൻ്റെ ചിന്ത. മനസ്സിലായി? മറ്റുള്ളവർക്ക് ജീവിതം ഇല്ല, അവർ പിടയുകയാണെങ്കിൽ ഞാൻ എന്തിന് ഇവിടെ സുഖിച്ച് ജീവിക്കണം എന്നുള്ള ഒരു, പക്ഷെ എന്നാലും എന്നിലും സ്വാർത്ഥത ഉണ്ടല്ലോ, കുറച്ചുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഹൃദയം നമുക്ക് എപ്പോഴും പിടയുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്ന അവസ്ഥകളാണ് എൻ്റെതായിരുന്നത്. അപ്പം ആ അവസ്ഥയിലാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള എൻ്റെ ഈ വലിവ്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ. അത് ഇടതുപക്ഷ ഇതിലേക്ക് ഉള്ള അതെങ്ങനെയാണ് ഉണ്ടായത്? ഇടതുപക്ഷം ആണല്ലോ പാവങ്ങൾ കൂടുതൽ. ഇപ്പം ഞാൻ മുറ്റത്തിറങ്ങി നടക്കുമ്പോൾ പിന്നെ ഈ ഇലക്ഷന് ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം ഇലക്ഷന് എന്നെ കൊണ്ടു നടന്നപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? എൻ്റെ മുന്നിൽ നടക്കുന്ന സഹാക്കൾ നിർധനരാണ്, പാവപ്പെട്ടവരാണ്, ഒരു ചെരുപ്പ് പോലും ഇടാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് കൂടുതൽ. എനിക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുകയാണ് അവർ മുന്നിൽ നടക്കുന്നവർ. ഇത് അവർക്കും വേണ്ടേ ഒരു ജീവിതം, അവർക്ക് വേണ്ടേ ഒരു സ്ഥാനം? ഞാനതാ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ നല്ല പളപള വെട്ടിയ വസ്ത്രം, ഇപ്പം ഞാനിത് നല്ലൊരു വസ്ത്രമാണ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. പക്ഷെ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് കുറച്ച് പേര് പണക്കാരായി തീർന്നു, കുറച്ച് പേര് പാവങ്ങളായി മാറുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം വേണ്ടേ? ആ സ്ഥാനം ഇടതുപക്ഷത്തെ ഉള്ളെന്ന് എനിക്ക് ഒരു വിശ്വാസം. ഇപ്പം ഒരു MLA ലൈഫിൽ വന്നപ്പോൾ എങ്ങനെയാണ് കുടുംബജീവിതം? ഇപ്പോൾ കല്യാണം അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. കുടുംബജീവിതം 2 മക്കള്, ഭർത്താവ്, സാധാരണ ലെവലിൽ പരസ്പരം പല കാര്യങ്ങളിലും ചിലപ്പോൾ ചേർച്ചക്കുറവുണ്ടാവാം, ചിലപ്പോൾ ചേർച്ചയുണ്ടാവാം, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. സന്തോഷക്കുറവൊന്നുമില്ല. കുട്ടികൾ മൂത്താളിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇനി അവൾക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം, പുറം രാജ്യമാണ് ഇഷ്ടം, പോയി രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു, മക്കളെ ഓടി രക്ഷപ്പെടും. ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ചുറ്റിനും കിടന്നിങ്ങനെ ചുറ്റിക്കളിച്ചോണ്ട്, ആൺകുട്ടികളേത്, അവൻ BTech സെക്കൻഡ് ഇയർ. അപ്പം ഈ രാജ്യത്തുനിന്ന് ഈ എല്ലാം സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തിലേക്ക് നമ്മുടെ നാട് അല്ലെന്നല്ല, നമ്മുടെ നാടിന് കുറച്ചുകൂടെ ആവാനുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും എനിക്ക് തോന്നുന്നൊരു 12 മണി, 1 മണി, 2 മണി രാത്രിക്കൊന്നും ഒരു സ്ത്രീക്കും പർദ്ദയിട്ടുകൊണ്ട് പോലും പുറത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആരെങ്കിലും കൂട്ടുവിളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ നോക്കുമ്പോൾ. പക്ഷേ ഇപ്പം മറ്റു രാജ്യങ്ങളിൽ, ഇപ്പം ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് സ്യൂട്ടുണ്ട്, അത് മാത്രം മതി. ലോകം മുഴുവൻ സഞ്ചരിച്ചാലും അവിടെ മുഴുവൻ സഞ്ചരിച്ചാലും ഒന്നും പറ്റുന്നില്ല. കാരണം അവരുടെ അനുവാദത്തോടെ അവരുടെ ശരീരത്ത് തൊടാൻ പറ്റുള്ളൂ. അതാണ് ആ രാജ്യങ്ങളുടെ പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് മക്കളുടെ ഭാവി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും കടത്തി വിട്ട് കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളുമല്ലോ എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ട്. ഇല്ലെന്നല്ല.
ഇപ്പോൾ ഇവിടെ ഈ ഒരു MLA ആയ സ്ഥിതിക്ക് ഞാനിപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി നിന്ന് ഒരു പരിദേവനം തന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഡൽഹിമ ഒരു സ്ത്രീകൾക്ക് വേണ്ടി മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു ഡിവിഷൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ? സ്ത്രീകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം? ഒത്തിരി സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ ഒരുപാട് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഭിന്നശേഷിക്കാർ ഉള്ള കുട്ടികളില്ലേ, നമ്മുടെ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് സ്വപ്നമാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനും പിന്നെ കാരണം മാതാപിതാക്കളില്ലെങ്കിൽ അതുങ്ങളെ ജീവിപ്പിക്കണം. ഇവിടെ ഈ ഭൂമിയിൽ അതുങ്ങൾ ജീവിക്കണ്ടേ, അവർക്ക് ആരുമില്ലല്ലോ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ പോയി പിന്നെ ആലപ്പുഴ പോയിരുന്നു. ഞങ്ങൾ ശിശുക്ഷേമം ഞങ്ങളുടെ സമിതി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെതുമാണ് ഞങ്ങളുടെ സമിതി. അപ്പം അതിൽ ഞങ്ങൾ കുറച്ച് MLA മാരുണ്ട്. പ്രതിഭാകരി, ഞാൻ, കാനത്തിൽ ജമീല, ശാന്തകുമാരി, അംബിക, അങ്ങനെ കുറച്ച് MLA മാർ ചേർന്നതാണ് ആ സമിതി. അപ്പം ഞങ്ങളുടെ സമിതിയുടെ മീറ്റിംഗ് ഇത്തവണ ആലപ്പുഴ വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സ്ത്രീ സൗഹൃദ കേന്ദ്രവും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക്, ചിൽഡ്രൻസിന് ശിശു സംരക്ഷണ കേന്ദ്രം, പിന്നെ അമ്മത്തൊട്ടിൽ, ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോയി. പിന്നെ ഭിന്നശേഷി കുഞ്ഞുങ്ങളെ എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. നമ്മൾ എത്ര നമ്മളുടെ ജീവിതം എത്ര സ്വർഗത്തിലാണെന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇത്രയുള്ള കുഞ്ഞുങ്ങൾ 4 വയസ്സ് 3 വയസ്സ്, ഒരമ്മ 3 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേക്ക്. പിന്നെ ഇളയ കുഞ്ഞിന് 1.5 വയസ്സ്, ഇളയ കുഞ്ഞിന് 1.5 വയസ്സ്, അടുത്ത കുട്ടിക്ക് 3 വയസ്സ്. മൂത്ത കുട്ടി ഇത്തിരി കൂടെ മുതിർന്ന് 12 വയസ്സുള്ളതുകൊണ്ട് അവിടെ താമസിപ്പിച്ചില്ല, വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന അനാഥരായ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരായി മറ്റുള്ളവരാൽ താലോലിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ 10-13 കുഞ്ഞുങ്ങൾ ഇങ്ങനെ 3 വയസ്സ് 4 വയസ്സ് ഗവൺമെൻറ് സംരക്ഷണയില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ശരീരം മുഴുവനും വൃണവായിട്ട് 2 വിരൽ പഴുത്തുപോയെന്ന് പറയുന്നത്. പുറത്തുനിന്ന് കിട്ടിയതാണ് ഒരു കൊച്ചിന്. 6 മാസമേ ആയിട്ടുള്ളൂ. അവൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. ശരീരം മുഴുവനും വിണ്ട് മുറിവാണ് ശരീരം മുഴുവനും. അവനും ഇരുന്ന് പൊളിക്കണുണ്ടെന്ന് പറയുന്നത്. ഇത്തിരി ഇതുണ്ട്, മെന്റലി ഏതാണ്ട് ഡിസോർഡർ ഉണ്ട്. ഇതോടുകൂടി എന്തോ സംഭവിച്ചതാണ്. 2 കാല് പഴുത്തുപോയി, 2 വിരല് പഴുത്തുപോയി കുഞ്ഞിൻ്റെ. അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ, ഈ വേറെ ബോധത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ ഞാനപ്പോൾ ഓർത്ത് ദൈവമേ, എനിക്ക് സ്നേഹിക്കാൻ ഈ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടേ വളർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് നമുക്ക് കുറേ നിയമങ്ങളുണ്ട്, ഞാനിവിടെ വന്ന് അദ്ദേഹത്തോട് കെഞ്ചി, നമുക്ക് 2 കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തി വളർത്താം, അവർ ഈ സ്കൂളിൽ സാധാരണ സ്കൂളിൽ പഠിച്ചോളുമല്ലോ, അച്ഛനും അമ്മയുടെ സ്നേഹം നമുക്ക് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ പുള്ളി ഇല്ല. പുള്ളി പറഞ്ഞ് ഇവിടെ ഉള്ള കൊച്ചിനെ തന്നെ വളർത്താൻ നമുക്ക് നേരെയില്ല, നീ പിന്നെ MLA ആയിട്ട് അങ്ങോട്ട് പോകും, പിന്നെ ലോകം മുഴുവനും നാട്ടുകാരുടെ കാര്യം നടത്തി, പിന്നെ ഈ കൊച്ചുങ്ങളെ വളർത്താൻ ആരാ ഉള്ളത് ഇവിടെ? അതെ. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ MLA ആയ സ്ഥിതിക്ക് ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ദല്ലിമയ്ക്ക് പറ്റാവുന്നത്രയും കാര്യങ്ങൾ ദല്ലിമയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ പണിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലായി? അതൊക്കെ ഓക്കെ, എല്ലാ മെമ്പർമാരും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ വന്നത് ഇതിനായിട്ട് മാത്രമല്ലല്ലോ, എൻ്റെ ചിന്തകൾ അതല്ലല്ലോ. ഡെയിലി വരുന്നവൻ്റെ വിഷമതകളിൽ ഇറങ്ങിച്ചെല്ലുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. പക്ഷെ അനവധി വിഷമതകളല്ലേ. ഞാൻ കവിതകളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഈ നിഗൂഢ നിമിഷത്തിനന്ത്യത്തിൽ പാടുവാനാകാതെ മൂകത പുൽകിയോന്ന്, പാവനമായി കരുതി വളർത്തിയ ഗാനകിരണം ഈ സാഗരം പുൽകിയോ. ഈ സാഗരം പുൽകി ഇന്നതി ഭീകര ദൈന്യപഥങ്ങളിൽ ചെന്നിണഗന്ധം പരക്കും വഴികളിൽ നിരാലംബയായി ചലിക്കുകയാണ്. എന്ന് വെച്ചാൽ ആലംബം എനിക്ക് നഷ്ടപ്പെടുന്നു, എനിക്ക് പറ്റുന്നില്ല. എങ്ങും നിലവിളി കർണപുടങ്ങളിലെന്നാണ്, എങ്ങും നിലവിളി കർണപുടങ്ങളിൽ കേട്ടു. ഇപ്പോ കേൾക്കാഞ്ഞ പോലായി ഞാൻ തീർന്നിതോ, പല കോളും എടുക്കാൻ പറ്റാതെ വരുന്നു. കേൾക്കാഞ്ഞ പോലെ കല്ലിൽ കിളിർക്കാത്ത പുല്ലുപോലായി എൻ നെഞ്ചിൽ തടം വച്ചു കണ്ണുനീർ പാവങ്ങൾ. ദാരിദ്ര്യ ദുഃഖങ്ങൾ ആർത്തു എൻ വാതിൽക്കൽ. എൻ്റെ വാതിൽക്കൽ ദാരിദ്ര്യ ദുഃഖങ്ങളാണ് എന്നും വരുന്നത്. ആർത്തു എൻ വാതിൽക്കൽ ചേതനയറ്റ മിഴികളുമായിരം. രോഗം കനം തൂങ്ങും പാദചലനങ്ങൾ കേട്ട് പിടഞ്ഞെൻ്റെ നെഞ്ചും തകർന്നിതോ. എങ്ങും ദരിദ്ര കുടിലിൻ്റെ വാതിൽക്കൽ തിങ്ങും മരണത്തിൻ ഗന്ധം ശ്വസിപ്പു ഞാൻ. എന്നും മരണത്തിന് ഓടി നടക്കുകയാണ്. MLA ആയതുകൊണ്ട് ഓരോ മുറ്റത്ത് ചെല്ലുമ്പോൾ
ഈ ഒന്നുമില്ലാത്തവന്റെ കുടിലാണ് മരണങ്ങൾ തിങ്ങുന്നത്. എങ്ങും അത് ഓടി നടന്ന് അതും നമ്മൾ ഏക്കുകയാണ്. നമ്മൾ വിഷമതകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലെ ദലീമ എന്നുള്ളൊരു സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തൃപ്തരല്ല. കാരണം ഗവൺമെന്റിന്റെ പണം അങ്ങനെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആരോടെങ്കിലും കെഞ്ചിയിട്ട് പാട്ടിൽ, ഞാനിപ്പോൾ പലരോടും പറയും, എനിക്ക് എന്നെ വിളിച്ച് പാടിക്കൂ, എനിക്ക് കാശ് തരൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് കാശ് തരൂ, എന്നെ വിളിച്ച് പാടി. എനിക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും കൊടുക്കണം. ഞാനും കുറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതിൽ കുറച്ച് ഞാൻ എടുക്കും, ഇല്ലെന്നല്ല. പക്ഷേ കുറേ ഇപ്പോഴേ പിന്നെ കിട്ടുന്നതെല്ലാം മാറ്റി വയ്ക്കുകയാണ് ഞാൻ ഇതിനു വേണ്ടി. അത് ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ഈ MLA ഫണ്ട് മാത്രമാണ്, അത് പുള്ളിയാണ് കൈകാര്യം ചെയ്യുക. എനിക്ക് അതിന്മേൽ തൊടാൻ പറ്റില്ല. MLAക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെത് അത്. പക്ഷെ പാട്ടിന് കിട്ടുന്ന ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. സത്യമായിട്ടും കൊടുക്കും. ഇത് സത്യസന്ധമായിട്ട് പറയണം. ഇപ്പം അമേരിക്കയിൽ പോയി പ്രോഗ്രാം നടത്തി വന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റി വയ്ക്കുകയാണ്. ഡെയിലി വരുന്ന പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെയ്യാണ്. എനിക്ക് അതേ നിവൃത്തിയുള്ളൂ. മനസ്സിലായി? ഞാനത് വേദനിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇത്തരം ആൾക്കാരാണ് സത്യത്തിൽ രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിലും ഏത് തരത്തിലൂടെ ആണെങ്കിലും നേതൃസ്ഥാനത്ത് വരുന്ന വ്യക്തികൾ ഇത്തരം ഒരു സഹാനുഭൂതി മറ്റ് ജന്തുക്കളോട്, ആരാണെങ്കിലും ജീവികളോടാണെങ്കിലും സഹജീവി സ്നേഹം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സോടുകൂടിയാണെങ്കിൽ കുറെ കൂടി ഭേദപ്പെടും അല്ലേ നമ്മളുടെ പൊളിറ്റിക്സും സാംസ്കാരിക രംഗവും നമ്മുടെ രാജ്യം തന്നെ ഇല്ലേ? എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ. പക്ഷേ കഴിവുള്ളവൻ വേണം കേട്ടോ. ഇപ്പം എനിക്ക് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്ഥാനം ഇനി നിലനിൽക്കണമെന്നോ ഭാവിയിലൊരു സ്ഥാനം വേണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മക്കളോടും അതാ പറയാറ്. അവർക്ക് അലിവുണ്ട്. അപ്പം അവർ ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറേ മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കുമല്ലോ. കുറച്ചൊക്കെ സഹായങ്ങൾ കൊടുക്കുവാൻ നമ്മൾ സ്വാർത്ഥരായിട്ട് ജീവിക്കണം. ഞാനിപ്പോൾ കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു 5-8 നായ്ക്കൾ ഇതിലേ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ദലീമ വളർത്തുന്നതാണോ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്ട്രേ ഡോഗ്സും ഉണ്ട് അതിൽ. അപ്പോൾ ഒരിക്കലും വളർത്തുന്നതാവില്ല. അപ്പോൾ ഞാൻ ഓർക്കണം ഒരു ബഷീറിയൻ മനസ്സാണ് ദലീമയുടെ എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരോടും അതുപോലെ സ്നേഹമാണ്, എല്ലാത്തിനോടും സ്നേഹമുണ്ട്. നമ്മൾ അവരെ ഉപദ്രവിക്കില്ല ഒരിക്കലും നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ല. ഇവിടെയുള്ള ആരെയും അവർ കടിക്കുന്നുമില്ല. ഇവിടെ അവരല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ സ്വാർത്ഥതയാണല്ലോ. മനുഷ്യനെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇതിനെ ജീവിക്കാൻ ഈ വല്ലയിടത്തും കിടക്കണതിനൊക്കെ എടുത്തുകൊണ്ടുവരും. അവസാനം രോഗിയായി കഴിയുമ്പോൾ പുറത്തോട്ട് തള്ളും. ഇതുങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഇതുങ്ങള് ഒരുവിധം വല്ലയിടത്തും ഒക്കെ കടിച്ച് എന്തെങ്കിലും കരിക്കട്ട തിന്നണവരെ പട്ടീനൊക്കെ തിന്നണം ഞാൻ കണ്ടിട്ടുണ്ട്. കരിക്കട്ട തിന്നണ പട്ടികള് ജീവിക്കണ്ടേ ഇതുങ്ങള് പുറത്തല്ലേ? അവർക്ക് കല്ലേറുണ്ട്. എല്ലാ മനുഷ്യരും കല്ലേറുണ്ട്. പക്ഷെ ഭക്ഷണം ആരും കൊടുക്കത്തില്ല. മനസ്സിലായോ? ഭക്ഷണം കൊടുക്കത്തില്ല. അപ്പം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വിശന്ന് പൊരിഞ്ഞു കഴിയുമ്പോൾ ഒരു 10-20 ദിവസം വിശന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 20 ദിവസം നമ്മളൊന്ന് വിശക്കട്ടെ. നമ്മൾ ആരെയൊക്കെ തിന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് തന്നെയാണല്ലോ എല്ലാ ജീവജാലങ്ങളും അത് തന്നെയാണല്ലോ. ഭക്ഷണം ഇല്ലാതെ വരുമ്പോ വേട്ടയാടി പിടിക്കാൻ അവരെ ഇങ്ങോട്ട് എടുക്കരുതായിരുന്നു. അവർ കാട്ടിൽ വളരണമായിരുന്നു. അവരെ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരരുതായിരുന്നു. കാട്ടിൽ വളരണമായിരുന്നു. കാരണം അവർ വേട്ടയാടി പിടിച്ച് ജീവിക്കുവാൻ അവർ പ്രാപ്തരാകും. ഇത് കൊണ്ടുവന്ന് വളർത്തി അവരുടെ പ്രാപ്തി നമ്മൾ നശിപ്പിച്ചു. അതായത് ഒരു കിളിയെ പിടിച്ച് നമ്മൾ കൂട്ടിലിട്ടാൽ അതിന്റെ പ്രാപ്തി നശിച്ചു. അതിനെ പറക്കാൻ വിടണം. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കിളി മൂളില് ഈ കൂട് വെക്കുമല്ലോ. കിളികളും പക്ഷികളും ഒക്കെ ഇവിടെ കൂട് വെക്കും. ഈ വീടിന്റെ മൂളിൽ കൂട് വെക്കും. അവരുടെ സുരക്ഷിതത്വം ഉണ്ടെന്ന് തോന്നി അതുങ്ങൾക്ക് എന്തോ. അപ്പൊ ഒരു കുഞ്ഞു താഴെ വീണു. മനസ്സിലായോ? ഏത്? മൈനക്കുഞ്ഞാണ്. അപ്പം എൻ്റെ മോള് വിളിച്ചു പറഞ്ഞ, അമ്മ ഒരു കുഞ്ഞ് താഴെ വീണു. അപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ ഒരു പട്ടീനെയും കൂടി ഇവിടെ മുകളില് നമ്മളൊരു പട്ടീനെ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു. ഈ മണ്ണ് ഈ ഉറുമ്പ് അരിച്ചു കിടന്നൊരു പട്ടീനെ കൊണ്ടുവന്ന് ഞാൻ മുകളിലിട്ട് കുഞ്ഞുങ്ങൾക്ക് ഞാനുണ്ടാകിയല്ല, കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ വളർത്താൻ മാനസിക രോഗം ഇല്ലാതിരിക്കാൻ കൊടുത്തതാണ്. അപ്പൊ അത് വളർന്ന് ഇത്രയൊക്കെ ആയി നിൽക്കുക. അത് ഓടിച്ചൊന്ന് കടിച്ചു വായിലാക്കി, ഇങ്ങനെ വായിൽ പിടിച്ചു. അപ്പൊ കൊച്ചു വാ തുറന്ന് ഈ കിളീനെ എടുത്തു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞു കിളിയാണെങ്കിലും പറക്കുമെങ്കിൽ പറത്തി വിടും മകനെ. അത് പറക്കുമെങ്കിൽ അത് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറത്തി വിട്ടു. ഞാൻ പറയണ കാര്യം എന്താണെന്നറിയോ? ഈ ജീവജാലങ്ങളെ പിടിച്ചു കൂട്ടിലിടാനുള്ളവരല്ല നമ്മൾ. അവര് തേടി പിടിക്കട്ടെ. നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അവര് തേടി പിടിച്ച് തിന്നോളുമല്ലോ. ഇത് കൊടുക്കാൻ കൊണ്ടുവന്നേച്ചും പിന്നെ വഴി തള്ളും. രോഗി അയക്കുമ്പോൾ വഴി തള്ളും.
പിന്നെ അതുങ്ങൾ ഇങ്ങനെ അലഞ്ഞും തിരിഞ്ഞും നടന്ന് പെരുകി മനുഷ്യനെ പിടിച്ച് കടിക്കല്, ഉപദ്രവം. മനുഷ്യന്റെ സ്വാർത്ഥതയാണ് ഇത് മനുഷ്യന്റെ സ്വാർത്ഥതയാണ്. അറിയോ, അരൂരിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ MLA ആണല്ലോ, എൻ്റെ സംഗീതം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കടമ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. കാരണം എന്നെ ഏൽപ്പിച്ച ജോലി അതാണ്, മനസ്സിലായില്ലേ? ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. അതെ. അപ്പം ആ ഉത്തരവാദിത്തങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് 5 വർഷത്തേക്ക്, ഇനിയിപ്പോൾ 2.5 വർഷം കൂടെയുണ്ട്, ഈ 5 വർഷത്തേക്ക് എനിക്കത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ, അതിൽ നിന്നും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. അപ്പം അതെൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അവർ വോട്ട് തന്ന് വിജയിപ്പിച്ചു, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരാളെ വിജയിപ്പിച്ചെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. അത് നമ്മുടെ ലൈഫ് കളഞ്ഞിട്ടാണെങ്കിൽ കൂടെ നമ്മൾ അതിനു വേണ്ടി നിൽക്കണം. അതിനിടയ്ക്ക് കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കിട്ടുമ്പോൾ ഞാനത് പാടുന്നുണ്ട്. കാരണം അതിൻ്റെ ഉദ്ദേശം എൻ്റെത് ഇപ്പം പാടി ഉയരാനല്ല, ഒരിക്കലും പാടി ഉയരാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ പാട്ട് പാടുന്നത്. ഇന്ന് പാട്ടിൻ്റെ വഴികളിൽ ഞാൻ ഇടയ്ക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ അത് പണം കിട്ടിയിട്ട് ആർക്കെങ്കിലും സഹായമാകുവാനാണ്. അതെൻ്റെ ഒരു സ്വപ്നമാണ്. കാരണം എനിക്കിനി അതേ വഴിയുള്ളൂ. കാരണം ഈ കാശെന്നും പറഞ്ഞാൽ മറ്റുള്ളവരുടെ നേരെ കൈനീട്ടുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരു രാഷ്ട്രീയക്കാരിയായ കൈനീട്ടിയേ പറ്റുള്ളൂ. നമ്മൾ അഭിമാനം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഭിക്ഷാന്തേഹിയാണ്. പക്ഷേ ആ പണത്തിനേക്കാളും കുറച്ചുകൂടെ എത്രയോ വിശ്വസിക്കാവുന്ന പണമാണ് നമ്മൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നത്, ഇല്ലേ? നമ്മുടെ തൃപ്തി കൂടെയാണ്, വലിയൊരു സന്തോഷം ഒക്കെ ഉണ്ട്. അതാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ആ പണം മേടിക്കുന്നത്. നമ്മൾ കൈ നീട്ടുമ്പോൾ അവർ നമ്മൾക്ക് തരുന്നത് അവരുടെ അധ്വാന ഫലമാണ്. അവരുടെ അധ്വാന ഫലം നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരിക്കലും താല്പര്യം ഉണ്ടായില്ല. പക്ഷെ പാവങ്ങൾക്കെന്ന് പറയുമ്പോൾ, പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലർ അലിവോടുകൂടെ അത് ചെയ്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ, സന്തോഷമുണ്ട്. പക്ഷെ അല്ലാതെ വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ചലിക്കും. കാരണം അത് അവരുടെ അധ്വാന ഫലമാണ്, നമ്മൾ ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടതല്ല. നമ്മുടെ മനസ്സ് പെടഞ്ഞുകൊണ്ടായിരിക്കും അത് വാങ്ങാൻ ശ്രമിക്കുന്നത്, അവർക്ക് വേണ്ടി അല്ലെ ആർക്കെങ്കിലും വേണ്ടി. പക്ഷെ സ്വന്തം കഴിവ് വെച്ച് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പാട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പാട്ടിലും എനിക്കൊന്നും എത്തണ്ട. പക്ഷെ എനിക്ക് എനിക്കൊരു പൊടു ദൈവം ഒന്നും ഉണ്ടാക്കരുത്, അത് മാത്രമേ ഉള്ളൂ. മരിക്കുന്ന നിമിഷം വരെ പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു പോറല്, അത് ഒരുപക്ഷെ ആരും കേട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു മനസ്സോടുകൂടിയുള്ള ഒരു MLAയെ ഈ നാടിന് കിട്ടിയത് തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നാടിൻ്റെ വളർച്ചയ്ക്ക് പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ആൾക്കാരെയും, ഓരോ വ്യക്തികളെയും മനസ്സിരുത്തി അവരോട് സഹാനുഭൂതിയോടുകൂടി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ കാര്യങ്ങൾ പറ്റാവുന്നത്ര രീതിയിൽ തൻ്റെ സ്ഥാനം കൊണ്ടും തൻ്റെ മനസ്സിൻ്റെ ആർദ്രത കൊണ്ടും അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുകയും അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം സ്ത്രീകൾ അവർക്ക് പ്രത്യേകതയുണ്ടല്ലോ. എന്തായാലും അവർക്കാണല്ലോ സ്ത്രൈണത, ആർദ്രത, സ്നേഹം ഒക്കെ കൂടുതലുള്ളത് അവർക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു നന്മയുടെ ഒരു പ്രതീകമായിട്ടാണ് എനിക്കിപ്പോൾ. മാത്രമല്ല ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരു ഇമോഷണൽ ഇതുകൂടിയുണ്ട് നമ്മൾക്കെല്ലാവർക്കും, ഇല്ലേ? ഒരു ആർട്ടിസ്റ്റിന് അത് കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു MLA ആണ് ഈ ഭാഗ്യം ചെയ്ത ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവരാ നേട്ടങ്ങൾ അനുഭവിക്കട്ടെ, ധാരാളം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ദലീമയ്ക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഒപ്പം ദലീമയുടെ ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് മാതൃദേശം ശ്രോതാക്കൾക്ക്. ഒരു പാട്ട് ഇഷ്ടമുള്ളത്. തെളിവിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പു രാത്രിയിൽ, നിറനിലാപ്പളുങ്ക് ചിന്തുകൾ ഇടറി വീഴും ആദ്യ മാത്രയിൽ, മനസ്സിനുള്ളിൽ കൂടുവച്ച മരതക കിളിക്കിടാങ്ങൾ മതിമറന്നു പാടിയാടിവാ, മനസ്സിനുള്ളിൽ കൂടുവച്ച മരതക കിളിക്കിടാങ്ങൾ മതിമറന്നു പാടിയാടിവാ, അരികിൽ 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 അലസം 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 അലസം, ഹാപ്പി ഡേ ആഹാ സ്വീറ്റി ഡേ, ഹാപ്പി ഡേ ആഹാ സ്വീറ്റി ഡേ, തെളിവിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പ് രാത്രിയിൽ, നിറനിലാപ്പളുങ്കു ചിന്തകൾ
ഇടറി വീഴും ആദ്യ മാത്രയിൽ നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ഇനഫ്. താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം മാതൃദേശത്തിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് അത് ബ്യൂട്ടിഫുള്ളി യു സ്പെൻഡ് ഇറ്റ്. അത് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് സംവദിച്ചുകൊണ്ട് തന്നെ സംഗീതാത്മകമായി ക്രിയാത്മകമായിട്ട് വളരെയധികം ജീവസ്പർശത്തോടുകൂടി ഇങ്ങനൊരു സംവേദനം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിൽ വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി അറിയിക്കുകയാണ്. മാതൃദേശത്തിന് വേണ്ടി എൻ്റെ സ്വന്തം ഇഷ്ടത്തിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മാതൃദേശം ഇന്നിപ്പോൾ എനിക്ക് തന്നതൊരു സ്വർഗമാണ് കേട്ടോ. കാരണം തെന്നലി ചേച്ചി ഈ ഒരു ഗായിയെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഗായിയെ കൊണ്ട് തരിക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ അതുമായിട്ട് വലിയ ബന്ധമുള്ളവരായിരിക്കത്തില്ല. പക്ഷെ ഇതൊരു വലിയ ഗായികയെ നമ്മളൊക്കെ ഒരു സമയത്ത് ഒരുപാട് ആരാധിച്ചിരുന്ന, റേഡിയോ സ്റ്റേഷനിലാണെങ്കിൽ ആ പാട്ട് കേൾക്കുവാനെന്നും ഞാൻ സംസാരം കേൾക്കുവാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ഗായിക ഈ എളിയവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കൊണ്ടുവന്ന് തന്നതിലും എനിക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും ആ സംഗീത ലോകത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം തന്നതിനൊക്കെ നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്.